കാഞ്ചിയാർ കോവിൽമലയിൽ കാട്ടാന ഇറങ്ങി ആദിവാസി കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്. 5 കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാനകൾ നശിപ്പിച്ചു. കോവിൽമല, ബാലവാടി, അരുവിക്കൽ ഭാഗത്താണ് കാട്ടാനകൾ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം ഏലം, വാഴ, തെങ്ങ്, പന എന്നിവ നശിപ്പിച്ചു. ഒറ്റപ്ലാക്കൽ മുരളി, ഒറ്റക്കല്ലിൽ ജോയി, തേക്കനാൽ സരസമ്മ, പൂതക്കുഴിയിൽ ജോബി എന്നിവരുടെ കൃഷിയിടത്തിലെ വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. 2 കാട്ടാനകളാണ് കാട്ടിൽ നിന്നും കൃഷിയിടത്തിലിറങ്ങി നാശം വരുത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം VR ആനന്ദൻ പറഞ്ഞു. ഈ പ്രദേശത്തെ ഈ പറമ്പ് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്തിലുള്ള മേഖലയിലുള്ള എല്ലാ പറമ്പുകളിലും കയറി അടിച്ച് തകർത്ത് നാമാവിശേഷമാക്കിയതിനു ശേഷമാണ് ആന പോയിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തെല്ലാം വീടുകളുള്ള ഒരു മേഖലയാണ്. ആളുകൾക്ക് വളരെ ആശങ്കയുണ്ട്. കാരണം നമ്മുടെ ഈ അടുത്ത നാളുകളിൽ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആന കയറി ആളുകളെ വകവരുത്തുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ കൊച്ചുകുട്ടികളടക്കം താമസിക്കുന്ന ഈ മേഖലയിലെ ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായേ തീരുള്ളൂ. ഇവിടെ വനംവകുപ്പിൽ നിന്ന് ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര പ്രായോഗികമല്ല. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ വനാതിർത്തിയിലെ ട്രെഞ്ച് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ജനവാസ മേഖലയിലെത്തിയ ആന ഏറെ നേരം കൃഷിയിടത്തിൽ നില ഉറപ്പിച്ചു. ഇടുക്കി ഡാമിൽ കെട്ടിയ വല അഴിക്കാനെത്തിയവരാണ് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തിയത്. കാട്ടാനകൾ ആദ്യമായാണ് ഈ ഭാഗത്തെ കൃഷിയിടത്തിൽ ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നമുക്ക് ഈ വഴിക്കൊന്നും ഒരു വെട്ടവും ഇല്ല, ഒന്നുമില്ല. ഒരു മനുഷ്യനും ഇതിലെ കൂടെ 100 കണക്കിന് ആൾക്കാർ ഈ വഴിയെ പോകുന്നതാണ്. ഈ വഴിയെ വല കെട്ടാനും മറ്റാവശ്യങ്ങൾക്കും 100 കണക്കിന് ആൾക്കാർ പോകുന്ന ഒരു വഴിയാണ് ഇത്. ഇപ്പോൾ ഇവിടെ ഒരു വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല, ഒന്നുമില്ല. ഈ ഏരിയയിൽ ഇപ്പോൾ ഈ ആന വന്നിട്ട് പോലും ഞങ്ങൾ ഒരു മനുഷ്യന് പറഞ്ഞില്ല. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇത് ആദ്യത്തെ സംഭവം. ഇതുപോലെ ഇത്രയും കൃഷികൾ കണ്ടിട്ട് പോയതാണ്. ഇനി ഏത് സമയം ഇതിവിടെ വരുമെന്നുള്ള ഭീഷണിയും പേടിയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഉൾപ്പെടെയോടുകൂടി ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് സംശയമാണ്. കാട്ടിൽ നിന്നും 1 കിലോമീറ്ററോളം അകലെയുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. നിരവധി വീടുകളുള്ള ഭാഗമാണിത്. പ്രായം ചെന്നവരും കുഞ്ഞുങ്ങളുമായാണ് ആദിവാസികൾ ഇവിടെ കഴിയുന്നത്. ഇവരുടെ ജീവന് തന്നെ കാട്ടാനക്കൂട്ടം ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ്. വയനാട് സംഭവത്തിന്റെ തുടർച്ചയാകുമോ എന്ന ഭയപ്പാടിലാണ് ആദിവാസികളെന്ന് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജെയ്മോൻ കോവിൽമല പറഞ്ഞു. ആന ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വാഴയും അതുപോലെ തന്നെ തെങ്ങുമെല്ലാം തേങ്ങയെല്ലാം പറിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെൻസിലിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് നിലവിൽ അത് വർക്കിംഗ് അല്ല. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ ഫോറസ്റ്റ് അധികാരികൾ കൊടുത്തിട്ടുണ്ട്. വനാതിർത്തിയിൽ സോളാർ വേലി ഉണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കാത്തതാണ് കാട്ടാനകൾ കൃഷിയിടത്തിലെത്താൻ കാരണം. അടിയന്തരമായി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം.